എല്ലാവർക്കും നമസ്കാരം. 45ാമത് തുളസീവന സംഗീത ഉത്സവത്തിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് നമ്മുടെ തുളസീവന സംഗീത പരിഷത്തിൻ്റെയും തുളസീവന സംഗീതത്തിൻ്റെയും എല്ലാമായ തുളസീവനം ശ്രീ രാമേന്ദ്രൻ നായർ സാറും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും ലക്ഷ്മി ആർ നായർ മാഡവും നമ്മുടെ ഈ വേദിയെ അലങ്കരിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ ദിവസത്തിൽ ലക്ഷ്മി ആർ നായർ മാഡം നിലവിളക്ക് കൊളുത്തി ഈ വർഷത്തെ 2024 ആണ്ടിലെ 45ാമത്തെ തുളസീവന സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. 9 ദിവസമായി ഇന്ത്യയിൽ എല്ലായിടത്തും പ്രസിദ്ധരായിട്ടുള്ള കർണാടക സംഗീത വിദ്വാൻമാരും വിദുഷികളുമാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ മാന്യ മഹാജനങ്ങളോടും നന്ദിയോടുകൂടി ഒരു സ്വാഗതം ഇവിടെ അർപ്പിക്കുകയാണ്. ആദ്യമായി വിളക്ക് കൊളുത്തി നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. ശ്രീ ആർ രാമചന്ദ്രൻ നായർ സാറിനോട് 2 വാക്കുകൾ പറയാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് യശശരീരയായ പാറശാൽ പൊന്നമ്മാൾ എൻ്റെ 100ാം ജന്മദിനം ആചരിക്കുകയാണ് വലിയ ശാലയിൽ. അതുകൊണ്ട് സംഗീത ലോകത്തെ പ്രധാനപ്പെട്ട പലർക്കും അതിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഇവിടെ വന്നു ചേരാൻ സാധിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിക്സഡ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്കിത് മാറ്റാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ന് തന്നെ നടത്തിയേ പറ്റുള്ളൂ. ഇന്ന് സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നത് ശ്രീമതി വിദ്യാ കല്യാണരാമൻ. വളരെ പ്രശസ്തയായ ഗായികയാണ്. തുളസീവന സംഗീത പരിപാടിയിൽ ശ്രീമതി വിദ്യാ കല്യാണരാമൻ ആദ്യമായി പങ്കെടുക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് ഇന്നലെ പുറപ്പെട്ട് ഇന്ന് ഇവിടെ എത്തി. ഇന്ന് രാത്രി ഗുരുവായൂരിലേക്ക് പോകാനാണ്. ഗുരുവായൂർ ചമ്പായി സംഗീതോത്സവത്തിലും ശ്രീമതി വിദ്യാ കല്യാണരാമന് പങ്കെടുക്കാനുണ്ട്. ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി വിദ്യാ കല്യാണരാമനോടുള്ള ഞങ്ങളുടെ കൃതജ്ഞത ആദ്യമായി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് പല അസൗകര്യങ്ങൾക്കിടയിലും ഇവിടെ വന്നു ചേരുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള കൃതജ്ഞത വേറെ പ്രകാശിപ്പിക്കുന്നു. ഈ പരിപാടി അടുത്ത 9 ദിവസം ഇവിടെ നടക്കുകയാണ്. ഇന്ന് മുതൽ എല്ലാത്തിലും നിങ്ങളെല്ലാവരുടെയും സഹകരണവും ആശീർവാദവും അനുഗ്രഹവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ശ്രീമാൻ രാധാകൃഷ്ണനോട് പറയുമായിരുന്നു, ഈ കലാസൃഷ്ടികൾ എന്ന് പറയുന്നത് അത് സൃഷ്ടിച്ച ആളിൻ്റെ സ്വന്തമാണ് എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെ വകയാണ്. അപ്പോൾ എൻ്റെ ഒരു പാട്ട് 10-30 കൊല്ലം മുമ്പ് ഭജമാനസ വിഘ്നേശ്വര മനുഷ്യം എന്നുള്ളത് ഞാൻ അറിയാതെ
ശ്രീമതി ബോംബെ ജയശ്രീ അവരുടെ ഒരു കാസറ്റിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, സാറിൻ്റെ പാട്ട് സാറിൻ്റെ അനുവാദമില്ലാതെ അവരവരുടെ കാസറ്റിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല, നമുക്കതിന് കേസ് കൊടുക്കണം. ഞാൻ എൻ്റെ പൊന്നെ, ഞാൻ ഒരു കേസ് കൊടുക്കാനും തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാട്ട് ഞാൻ എഴുതി എന്നുള്ളത് ശരിയാണ്. ഞാനത് എഴുതി പുറത്ത് വിടുന്ന നിമിഷം മുതൽ അത് ജനറൽ പബ്ലിക്കിൻ്റെ വകയാണ്. അതിൻ്റെ മേലെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു അവകാശവും പിന്നീടില്ല. ഞാനങ്ങനെ ഒരു അവകാശം പറയുകയില്ല. ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു പാട്ടിനാകട്ടെ എൻ്റെ എന്തെങ്കിലും ഒരു കൃതിക്കാകട്ടെ യാതൊരു റോയൽറ്റിയും ആവശ്യപ്പെട്ടിട്ടില്ല. അത് ഈ കാരണം കൊണ്ടാണ്. ഏത് കലാസൃഷ്ടിയും ലോകത്തിൻ്റെ വകയാണ്. അത് ലോകത്തിന് സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടേതാണ് എന്ന് നമ്മൾ പറയാൻ പോലും പാടില്ല. ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞു. ഇന്ന് ഞാൻ എഴുതിയ നവഗ്രഹ സ്തോത്രാവലി എന്ന ഒരു പുസ്തകത്തിൻ്റെ പകർപ്പുകൾ നിങ്ങളെല്ലാവർക്കും തരാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കെല്ലാം കിട്ടിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. കിട്ടാത്തവരും കൂടെ അത് വാങ്ങിക്കൊള്ളണം. ധാരാളം കോപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ പുസ്തകമാണ്. നവഗ്രഹ സ്തോത്രാവലിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ദശയാണോ നടക്കുന്നത് ആ ദശാനാഥനോട് പ്രാർത്ഥിച്ചാൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ദോഷഫലങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്യും എന്നാണ് വിശ്വാസം. ഇപ്പോൾ പാപഗ്രഹങ്ങളായ ശനിയായാലും ചൊവ്വായാലും രാഹു ആയാലും കേതു ആയാലും ഒക്കെ ആ ഗ്രഹനാഥനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദോഷഫലങ്ങൾ ഇല്ലാതെയായി തീരുമെന്ന വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ബുധദശ ആരംഭിച്ചപ്പോൾ ബുധസ്തോത്രം എഴുതിയാണിത് ആരംഭിച്ചത്. അന്ന് എനിക്ക് കൂടുതൽ എഴുതാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. ബുധനെപ്പറ്റി ഞാനൊരു സ്തോത്രം എഴുതി. എന്നിട്ട് ഞാനത് ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നീട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ കേതു ദശയായപ്പം ഞാൻ കേതു സ്തോത്രം എഴുതി കൊടുത്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്നാൽ എല്ലാ ദശാനാഥന്മാരെ കുറിച്ചും ഇരിക്കട്ടെ. അങ്ങനെ ആദിത്യൻ മുതൽ കേതു വരെയുള്ള 9 ഗ്രഹങ്ങളെ പറ്റിയുള്ള സ്തോത്രങ്ങളാണ് ഇതിലുള്ളത്. അവരവരുടെ ദശ ഏതാണോ ആ ദശാനാഥനോട് പ്രാർത്ഥിച്ചാൽ ദോഷഫലങ്ങളുണ്ടെങ്കിൽ ദോഷഫലങ്ങൾ മാറിക്കിട്ടും, ഗുണഫലങ്ങളുണ്ടെങ്കിൽ ഗുണഫലങ്ങൾ വർദ്ധിച്ചു കിട്ടും എന്നാണ് വിശ്വാസം. അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരും ആ പുസ്തകം വാങ്ങണം. ആർക്കെല്ലാം കൊടുത്തു ആർക്ക് കൊടുത്തില്ല എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആ പുസ്തകം കൂടെ വാങ്ങി. എന്താ അത്? സംഗീത കൃതികളല്ല, ശ്ലോകങ്ങളാണ്. ആർക്കും ചൊല്ലാവുന്ന ശ്ലോകങ്ങൾ മാത്രമാണ്. സംഗീത കൃതികളൊന്നുമല്ല. എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും അതിൻ്റെ ഒരു കോപ്പി കൂടെ വാങ്ങിയിട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടുതലായി എനിക്കൊന്നും പറയുവാനില്ല. ശ്രീമതി വിദ്യാ കല്യാണരാമൻ്റെ സംഗീത കച്ചേരി ഉടനെ ആരംഭിക്കുന്നു. നമസ്കാരം. எல்லாருக்கும் நமஸ்காரம். I can understand Malayalam, but பேச வராது. So I will just say a couple of words in Tamil, English. ரொம்ப சந்தோஷம் இன்னைக்கு இந்த ஃபெஸ்டிவலில். லைக் சார் said, I'm coming for the first time. So ரொம்ப சந்தோஷம் to be a part of this festival and this opportunity to learn sir's compositions and அவர் முன்னாடியே பாடுறதுக்கு ரொம்ப ஹாப்பியாக இருக்கேன் இன்றைக்கி. எனக்கு இந்த பாட்டெல்லாம் அமைச்சு தந்தவங்களுக்கும் ரொம்ப தேங்க்ஸ். அண்ட் சச் அன் ஆகஸ்ட் கேதரிங் இங்கே உங்கள் முன்னாடிலாம் இன்றைக்கி உட்காரத்துக்கு ஐம் வெரி ஹாப்பி. Very nice to see everybody here. Thank you, and I seek your blessings in this journey. Thank you. വളരെ വർഷങ്ങളായിട്ട് തുളസീവനം ഫെസ്റ്റിവൽ നടത്തി വരികയാണ്. ഇതിൽ പാടിയിരുന്നവരും ഇപ്പോൾ പാടുന്നവരും ഒക്കെ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടത്തുക, അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാനൊക്കും. സാറിനെ എത്ര വന്ദിച്ചാലും അത് മതിയാവുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല, ഒരേ സമയം ഒരു അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും
സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരേപോലെ ഒന്നാമത്തെ നിലയിൽ തന്നെ വിരാജിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് സാറ് കലകൾക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അത് തുളസീവനം കൃതികളാണെങ്കിലും ഈ ഒരു കൃതി ഏറ്റവും പെട്ടെന്ന് നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് നല്ല കൃതി. കാരണം അതിൻ്റെ ആ ഡിവിഷൻ വളരെ കൃത്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാതെ അവിടെ ആലോചിച്ച് കുറേ വരികൾ എഴുതി അതെല്ലാം ആലോചിച്ച് നമ്മൾ പഠിക്കുക, പാടുക എന്ന് പറയുന്നത്, നൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സാറിൻ്റെ കൃതികൾക്കെല്ലാം ഉള്ള ആ ഒരു മാഹാത്മ്യം അതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനൊക്കും. അതിൻ്റെ കാരണം അതിൻ്റെ ഡിവിഷനാണ്, പദങ്ങളുടെ ഡിവിഷൻ തന്നെയാണ്. ഇപ്പം കേരളത്തിലെ കമ്പോസേഴ്സിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇക്കാലത്ത് മുൻനിരയിൽ നിൽക്കുന്നത് സാറാണ്, സാറിൻ്റെ കോമ്പോസിഷൻസാണ്. അത് എന്ത് നല്ല കോമ്പോസിഷൻസാണ്. അതെല്ലാം ഗ്രൂപ്പ് കൃതീസുണ്ട്, അല്ലാതുള്ള ഇൻഡിവിജ്വൽ കൃതീസുണ്ട്. എല്ലാം മനോഹരങ്ങളായിട്ടുള്ള കൃതികളാണ്. ഇങ്ങനെ ഒരാളെ നമ്മുടെ കേരളത്തിൽ കമ്പോസറായിട്ട് കിട്ടിയതിൽ നമ്മളെല്ലാം അഭിമാനിക്കണം. അദ്ദേഹത്തിന് എല്ലാ ആദരവുകളും കൊടുക്കണം. തീർച്ചയായിട്ടും നന്നായിരിക്കണം. സാറ് ആയുരാരോഗ്യ നന്നായിട്ട് സാറ് അങ്ങനെ ഉണ്ടാകട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. കച്ചേരി ഉടനെ ആരംഭിക്കുകയാണ്.